ഈ ഓസ്ട്രേലിയയിലെ ഈ ഒരു ഡിഫൻസ് സംവിധാനം അതിൽ ഇപ്പോഴാണല്ലോ കാര്യങ്ങൾ മനസ്സിലാകുന്നു. കൂടുതൽ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ മാനസിക സംഘർഷങ്ങൾ സൈനികരെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാ രാജ്യത്തുമുണ്ട്. പൊതുവെ യുദ്ധങ്ങളുടെ ഒരു കാലമാണ്. ഏത് സമയത്തും അതിപ്പോൾ വലിയ യുദ്ധങ്ങൾ കഴിഞ്ഞാൽ തന്നെയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ യുദ്ധങ്ങൾ നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ സൈനികരുടെ ആ മാനസികമായിട്ടുള്ള ഒരു ശക്തി, കരുത്തും കൂടെ ശാരീരികത്തിനൊപ്പം തന്നെ ആവശ്യമാണ്. അതെങ്ങനെയാണ് കാണുന്നത്? എല്ലായിടത്തും എങ്ങനെ അതിനെ മനസ്സിലാക്കി ഈ ഡിഫൻസിൽ ഇവരുടെ ഓസ്ട്രേലിയയിൽ എത്തിപ്പെട്ടതിന് ശേഷം, ഈ ഡിഫൻസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം? എല്ലാ രാജ്യത്തെ മനുഷ്യർക്ക് ഒരേ വികാരങ്ങളും വിചാരങ്ങളുമാണ്. സംസ്കാരങ്ങൾ മാറുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒന്നും മാറുന്നില്ലല്ലോ. അതെല്ലാം സിമിലർ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഭാരതത്തിലുള്ള സൈനികർക്ക് ഉണ്ടാകുന്ന അതേ പ്രോബ്ലംസും ട്രോമാസും മറ്റ് രാജ്യങ്ങളിലുള്ള സൈനികർക്കും അതുപോലെ ഉണ്ടാകും. മോറൽ ആൻഡ് ഇമോഷണൽ ഇഞ്ചുറീസ്. പിന്നെ അതുകൂടാതെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല ഇഷ്യൂസും ഇവരുടെ എല്ലാവരുടെയും ലൈഫിലും ഉണ്ട്. ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ്, മെൻ്റൽ സ്ട്രെസ്, ഇപ്പം ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ്, പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ഓവർസീസ് യുദ്ധഭൂമിയിലുള്ള ഡിപ്ലോയ്മെൻറ്റിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സ്ട്രെയിൻസ്, പിന്നെ അതിലുള്ള ഇഷ്യൂസ്, പിന്നെ ഡിപ്രഷൻ, പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സ്. ഇപ്പം നമ്മൾ സൈനികരായിട്ടിരിക്കുമ്പോൾ മാത്രമുള്ളതല്ല, അത് കഴിഞ്ഞിട്ട് അവർ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ പറയും അവർ പഴയ ജീവിതത്തിലേക്ക്, സിവിലിയൻ ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നു. ഒരിക്കലും അതുണ്ടാവാറില്ല. ബിക്കോസ് ആസ് യു നോ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറാണല്ലോ. അപ്പോൾ ഒരിക്കലും അവർക്കൊരു നോർമൽ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനത്തുള്ള പ്രോബ്ലംസ് നിരവധിയാണ്. അത് ഇപ്പോൾ ഇന്ത്യയോ അല്ലെങ്കിൽ ഏത് രാജ്യത്തുള്ള സൈനികർക്കും സിമിലർ ഇഷ്യൂസ് തന്നെയാണ്. പിന്നെ സപ്പോർട്ട് സിസ്റ്റംസ് പല രാജ്യത്തും കിട്ടുന്ന സപ്പോർട്ട് സിസ്റ്റംസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കുറേ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. എസ്പെഷ്യലി വെറ്ററൻസിന് ഒരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് നമുക്ക് അറിയാം. പക്ഷേ ഇതിനുള്ളിലുള്ള സപ്പോർട്ട് സിസ്റ്റം എത്രത്തോളം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനകത്തേക്ക് വരുന്നത് വരെ. അപ്പോൾ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെ കുറേ, ഇപ്പം കൗൺസിലിങ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ട്. ബട്ട് അതല്ലാതെ ഉള്ളൊരു, അതിന് മുന്നേ ഉള്ളൊരു സ്റ്റെപ്പാണ് ഈ ചാപ്ലൻസി എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ്. അതിനെപ്പറ്റി ഞാൻ അറിയുന്നത്, ഞാൻ ഇതിലേക്ക് വരുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലായത്. എങ്ങനെയാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് എത്തിപ്പെട്ടത്? അതായത് ഞാൻ വായിച്ചിരുന്നു, ഒരു ഹിന്ദു സംഘടന ശുപാർശ ചെയ്തിട്ടാണ് വന്നതെന്ന് ഒരിടത്ത് വായിച്ചിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നതും അങ്ങനെ ഒരു ഇടത്തേക്ക് എത്തിപ്പെട്ടതും? അങ്ങനെ അത് മത്സരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെ അത് എത്തി? വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു 10 വർഷമായിട്ട് നടത്തിയൊരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനൊരു പൊസിഷൻ ഡിഫൻസിൽ ക്രിയേറ്റഡ് ആയത്. കാര്യം ക്രിസ്ത്യൻസിന്, ആസ് യു നോ, ചാപ്ലൻസി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്. അപ്പോൾ അവർക്ക് തിയോളജിയുടെ പാർട്ടായിട്ട് ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ചാപ്ലിൻ എന്ന് പറയുന്നൊരു റോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട്, ലൈഫിലൊരു ബുദ്ധിമുട്ടുള്ളൊരു ഫേസിൽ അവരുടെ കൂടെ കൈപിടിച്ച് അവരുടെ കൂടെ നടക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നല്ല നമ്മൾ പറയുന്നത്, അവർക്ക് സ്വന്തം ഡിസിഷൻസ് എടുക്കാനായിട്ട് അവരെ എംപവർ ചെയ്യാനുള്ളൊരു സഹചാരി എന്നുള്ള രീതിയിലുള്ളൊരു റോളാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റോ ഒരു കൗൺസിലറിനെ പോലെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണം നമ്മൾ പറയാറില്ല. നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ യാത്രയിൽ അവരുടെ കൂടെ പോകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു റോള്. അപ്പോൾ അത് ഒരു പാലിയേറ്റീവ് കെയറിൽ അത് ധാരാളമുണ്ട്. അത് ഇന്ത്യയിലും പാലിയേറ്റീവ് കെയറിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഒരുപാട് പേര് കൊടുക്കാറുണ്ട്. പക്ഷേ അതൊരു ഹിന്ദു കൺസെപ്റ്റിൽ അങ്ങനെ ഒരു റോൾ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനൊരു റോള് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് പാടുപെട്ടു. എന്താണ് ക്രൈറ്റീരിയ? ഇങ്ങനൊരു ചാപ്ലൻ ആവാൻ ഒരു ഹിന്ദുവിന് എന്താണ് ക്രൈറ്റീരിയ? നമുക്കങ്ങനെ ഒരു കോഴ്സില്ല, നമുക്കങ്ങനെ ഒരു ദീക്ഷ വന്നിട്ട് ഒരു മന്ത്രദീക്ഷയോ അങ്ങനെ ചെയ്തിട്ട് ഒരിതില്ല. നമുക്ക് ഗുരുക്കളുണ്ട്, പ്രീസ്റ്റ് ഉണ്ട്, അല്ലേ, പൂജാരിമാരുണ്ട്. പക്ഷേ ഇങ്ങനൊരു റോളില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് സ്റ്റഡി ചെയ്തു. അമേരിക്കയിൽ അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോഴത്തേക്ക്, അമേരിക്കൻ ഡിഫൻസിൽ. അപ്പോൾ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. അങ്ങനെ അവർ ഒരു ഓസ്ട്രേലിയ വൈഡ് ഒരു സെർച്ച് ചെയ്തപ്പോൾ, കമ്മ്യൂണിറ്റി ലീഡേഴ്സിനെ സെർച്ച് ചെയ്തപ്പോൾ, ഞാൻ അന്ന് നോർത്ത് ക്വീൻസ്ലൻഡിലായിരുന്നു. അന്ന് കുറേ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ചാപ്ലനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ റോൾ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് എ ലെക്ചറർ. മെഡിക്കൽ കോളേജിൽ ഞാൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു, പക്ഷേ എൻ്റെ കൂടെ ഞാൻ ലെക്ചറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഇയർ വരുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചാപ്ലൻസി സർവീസ് ഞാൻ അന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഹോസ്പിറ്റൽ ബോർഡിലുണ്ടായിരുന്നു ചാപ്ലനായിട്ട്. അതെന്ന് പറഞ്ഞാൽ മൾട്ടി കൾച്ചറൽ, നമ്മുടെ ആൾക്കാർക്ക് എൻഡ് ഓഫ് ലൈഫിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമുള്ളത്, നമ്മുടെ കൾച്ചർ ഡിഫറെൻ്റ് ആണല്ലോ.
അപ്പം അത് അവർക്ക് അറിയാത്തത് കൊണ്ട് അതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ, പാലിയേറ്റീവിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ, പിന്നെ ഡെത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴത്തേനും ഞാൻ അതിനകത്ത് ഇൻവോൾവായി. അപ്പം ആ ഇതും പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള എൻ്റെ ഇൻവോൾവ്മെൻറ്റും വെച്ചിട്ട് 165 പേരിൽ നിന്നാണ് എന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് എൻഡോഴ്സ് ചെയ്തത് ഈ ഒരു റോളിലേക്ക്. അപ്പോഴും ഇതെന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമില്ലാതാണ് ഇതിലേക്ക് ഞാൻ യെസ് പറഞ്ഞത്. അപ്പം അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഒരു ഫസ്റ്റ് ഒരു റോള് വരുമ്പോൾ അതിലൊരു ഫെയിലിയർ വരരുത്, നമ്മൾക്ക് പുറകെ വരുന്ന ആൾക്കാർക്ക് ഒരു ക്ലിയർ ഒരു പാത്ത് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധത്തിലാണ് അങ്ങനെ ഒരു ടൈറ്റൊരു, അതായത് ഇത് ആദ്യമായിട്ടാണ് അതെ, അങ്ങനെ ഒരെണ്ണം ഓസ്ട്രേലിയൻ ഡിഫൻസിൽ ഉണ്ടാകുന്നത്. ഒരു ഹിന്ദുസിന് വേണ്ടിയിട്ടൊരു ഒരെണ്ണം ഇതുണ്ടാവുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ തന്നെ ഈ ഒരു ഫസ്റ്റ് ഒരു ക്ലിയറൻസിൽ 164 എൻഡോഴ്സ്ഡ് ആയി. പിന്നെ ഒരു സീരീസ് ഓഫ് ടെസ്റ്റസ് ഉണ്ടായിരുന്നു, പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ്, അത് പിന്നെ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂസ് നമ്മുടെ സിവിൽ സർവീസിലുള്ള പോലെ ഡിഫറെൻറ്റ് പ്രിലിമിനറി മെയിൻസ് പോലത്തെ ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അപ്പം അത് തന്നെയും ഒരു നോർമൽ ഒരു സിവിലിയൻ ലൈഫ് അത്രയും നാൾ ലീഡ് ചെയ്തിട്ട്, അത് ഞാൻ നോർമലായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാളാണ്, പക്ഷേ ഒരു എൻഡ്യൂറൻസ് ലെവൽ ജിമ്മിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് ആ ലെവലിലേക്ക് അതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ട് പിന്നെ അത് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അതിൽ മാർച്ചിലാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയത്. ഈ ഇൻ്റർവ്യൂകളിലൊക്കെ ഹിന്ദു ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവുമോ? ഡയറക്റ്റായിട്ടില്ല, എന്നാലും ഉണ്ടായിരുന്നു. ബിക്കോസ് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ കൂടുതൽ അഹിംസ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം അഹിംസയിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു എങ്ങനെയാണ് യുദ്ധമുഖത്തിൽ പോയിട്ട് തോക്കെടുക്കുന്നത് എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഭഗവത്ഗീത തന്നെ ഒരു എക്സാമ്പിൾ ആണല്ലോ. അപ്പം അർജുനനോട് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിൻ്റെ കർമ്മം യുദ്ധം ചെയ്യുകയാണ് നിൻ്റെ കർമ്മം, അത് എത്രയും നന്നായിട്ട് ചെയ്യുക, എതിരെ നിൽക്കുന്നത് സ്വന്തം ബന്ധുക്കളാണെങ്കിൽ പോലും കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചത്. ഞാനത് തന്നെയാണ് അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്. ഓക്കെ.